ഹലോ ഫ്രണ്ട്സ്, മാമ്പഴക്കാലമാണ്. പോരാത്തതിന് നല്ല ചൂടുകാലവും. നല്ല രുചിയുള്ളൊരു മാംഗോ കുൽഫി ഉണ്ടാക്കിയാലോ നമുക്ക്? അപ്പോൾ നമ്മുടെ മാംഗോ കുൽഫി ഉണ്ടാക്കാനായി ഒരു പാനിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് പകുതിയാക്കി വറ്റിച്ചെടുക്കാം. തിളക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് സൈഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാടയൊക്കെ പാലിലേക്ക് തന്നെ തട്ടിക്കൊടുത്ത് ഗ്യാസിന്റെ ഫ്ലെയിം കൂട്ടിയും കുറച്ചും കൊടുത്ത് പാല് കുറുക്കിയെടുക്കാം. അതേസമയം തന്നെ നമുക്ക് 2 മാങ്ങ എടുത്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. എന്നിട്ട് മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് മുറിച്ചു വച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. 2 കപ്പാണ് മാങ്ങാ കഷ്ണങ്ങൾ ഉള്ളത്. കൂടാതെ അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാവുന്ന സമയത്ത് പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി മാങ്ങയും ചെറുതായി ഒന്ന് കുക്കായി വരും. എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇപ്പോൾ കണ്ടില്ലേ, പഞ്ചസാര മെൽറ്റാവുമ്പോഴേക്കും മാങ്ങയിൽ നിന്നുള്ള വെള്ളവും ഇറങ്ങി വന്ന് നല്ല ലൂസായി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി തിളപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫാക്കി തണുക്കാനായി മാറ്റിവെക്കാം. അപ്പോഴേക്കും പാല് നന്നായി കുറുകി പകുതിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഒന്ന് തണുത്തു വരട്ടെ. അപ്പൊ മാങ്ങയും പാലും നന്നായി തണുത്തു വന്നിട്ടുണ്ട്. ഇനി ഇവ രണ്ടും ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനങ്ങനെ ഫൈനായിട്ട് അരച്ചിട്ടൊന്നുമില്ല, മാങ്ങയുടെ ചെറിയ ചെറിയ തരികളുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ട്, പിസ്ത, ബദാം എന്നിവ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വേറെ എസൻസുകളൊന്നും ചേർക്കുന്നില്ല. ഏലക്കാപ്പൊടിയോ വാനില എസൻസോ അവയൊന്നും ചേർക്കുന്നില്ല. മാംഗോ കുൽഫി ആയതുകൊണ്ട് മാംഗോന്റെ ഫ്ലേവർ മാത്രം മുന്നിട്ട് നിൽക്കട്ടെ എന്ന് കരുതിയത് കൊണ്ടാണ് മറ്റുള്ള എസൻസുകളൊന്നും ഞാൻ ചേർക്കാത്തത്. എൻ്റെ കയ്യിൽ കുൽഫി മോൾഡുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പേപ്പർ ഗ്ലാസ്സിൽ ഒഴിച്ചാണ് കുൽഫി സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അങ്ങനെ ഓരോ ഗ്ലാസിൻ്റെയും 1/4 ഭാഗത്തോളം കുൽഫി മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി കപ്പിന്റെ മുകൾ ഭാഗം അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ഷാർപ്പായ ഒരു കത്തി ഉപയോഗിച്ച് ഓരോന്നിൻ്റെയും നടുവിൽ ഓരോരു തുളയുണ്ടാക്കാം. എന്നിട്ട് തുളയിലൂടെ സ്റ്റിക്ക് ഇറക്കി വെക്കാം. അലുമിനിയം ഫോയിൽ ഇളകിയാലോ എന്ന് കരുതി ഓരോന്നും ഞാൻ റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിയിരുന്നു. ഇനി നമുക്ക് ഇവയെല്ലാം ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാം. ഫ്രീസറിൽ ഒരു 10-12 മണിക്കൂർ തണുക്കാനായി മാറ്റിവെക്കാം. ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമ്മുടെ കുൽഫിയൊക്കെ നല്ല രീതിയിൽ തണുത്താണ് ഇരിക്കുന്നത്. ഇനി ഒന്ന് തുറന്നു നോക്കാം. നല്ല രീതിയിൽ സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. കുൽഫി കപ്പിൽ നിന്ന് ഇളകി വരുന്നില്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് കപ്പ് വെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ കപ്പിൽ നിന്ന് വിട്ടുകിട്ടും.
അങ്ങനെ ഞാൻ കുൽഫിയുടെ മുകളിലെല്ലാം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സുകളെല്ലാം വിതറി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുൽഫി മോൾഡ് ഇല്ലെങ്കിൽ എന്താ, പേപ്പർ കപ്പുകൾ കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് കുൽഫി ഉണ്ടാക്കാൻ പറ്റിയില്ലേ. ഈ ചൂടുകാലത്ത് ശരീരം തണുപ്പിക്കാനായി എല്ലാവരും ഈ മാംഗോ കുൽഫി ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.